പ്രിയ വിദ്യാർത്ഥികളെ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് കോമ്പിനേഷൻ. ആൾറെഡി നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ടോപ്പിക്കാണ് കോമ്പിനേഷൻ. +1 +2 ക്ലാസ്സുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, എന്താണ് കോമ്പിനേഷൻ? നിങ്ങൾക്ക് ഒരു 3 എലമെൻറ്റ്സ് അല്ലെങ്കിൽ 3 ഒബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എത്ര രീതിയിൽ 1 എലമെൻറ്റ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ എത്ര രീതിയിൽ അതിൽ നിന്ന് 2 എലമെൻറ്റ്സ് അല്ലെങ്കിൽ 2 ഒബ്ജക്റ്റ് അതിൽ നിന്ന് കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ എത്ര രീതിയിൽ അതിൽ നിന്ന് 3 എലമെൻറ്റ്സ് കളക്ട് ചെയ്യാം. ഇതാണ് കോമ്പിനേഷൻ. അഥവാ ഒരു n ഒബ്ജക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എത്ര രീതിയിൽ 6 എലമെൻറ്റ്സ് നമുക്ക് ചൂസ് ചെയ്യാം. അതാണ് കോമ്പിനേഷൻ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ ഒരു 3 കളേഴ്സ് ഇവിടെ ചൂസ് ചെയ്യാണ്. ഇവിടെ n നമ്പർ ഓഫ് എലമെൻറ്റ്സ് 3 ആണ്. ഇവിടെ നമുക്ക് എത്ര രീതിയിൽ ഇതിന്ന് ഓരോന്ന് സെലക്ട് ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഈ റെഡ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഗ്രീൻ കളർ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ യെല്ലോ കളർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? കോമ്പിനേഷനിൽ 3 തരത്തിലുള്ള നൊട്ടേഷനാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ സാധിക്കുക. ഫസ്റ്റ് കോമ്പിനേഷനിലത്തെ ക്യാപിറ്റൽ ലെറ്റർ സി, എത്ര എലമെൻറ്റ്സ് ഉണ്ട് n, ഏതാണോ എത്ര എണ്ണാണ് അതെന്ന് സെലക്ട് ചെയ്യണത് അത് ആർ എന്നും ഡിനോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് CNR. വേറെ രീതിയിൽ ഒരു നൊട്ടേഷൻ സി, ദാറ്റ് ഈസ് സി എന്നുള്ളത് കോമ്പിനേഷൻ എന്നുള്ള എലമെൻറ്റ്സ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് NCR, ദാറ്റ് ഈസ് NCR. ഈ സിയുടെ മുകളിൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് 6 എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണ എലമെൻറ്റ്സ്. പിന്നെ വേറെ രീതിയിൽ ഒരു ബ്രാക്കറ്റിൻ്റെ അകത്ത് NR ഇങ്ങനെ എഴുതാം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് n എലമെൻറ്റ്സിൽ നിന്ന് 6 എലമെൻറ്റ്സ് ചൂസ് ചെയ്യാം. ഇവിടെ ദാറ്റ് ഈസ് നമുക്ക് n ഈക്വൽ ടു ഇവിടെ 3 ആയിരുന്നു. ദാറ്റ് ഈസ് 3C1. അഥവാ ഈ 3 കളറിൽ നിന്ന് എത്ര രീതിയിൽ 1 കളർ സെലക്ട് ചെയ്യാം, അതാണ് ഇതിൻ്റെ മീനിങ്. 3 കളറിൽ നിന്ന് അല്ലെങ്കിൽ 3 ഒബ്ജക്റ്റിൽ നിന്ന് എത്ര രീതിയിൽ 1 എലമെൻറ്റ് അതിന് നമുക്ക് സെലക്ട് ചെയ്യാം. ദാറ്റ് ഈസ് വേണമെങ്കിൽ 1 റെഡ് എടുക്കാം, അല്ലേ, അല്ലെങ്കിൽ ഇതൊന്നെടുക്കാം, അല്ലെങ്കിൽ യെല്ലോ കളർ ചൂസ് ചെയ്യാം. അപ്പോൾ 3C1 പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3C1 പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. നെക്സ്റ്റ് 3C2 അഥവാ 3 എലമെൻറ്റ്സിൽ നിന്ന് എത്ര രീതിയിൽ 2 എണ്ണം ചൂസ് ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഗ്രീനും റെഡും സെലക്ട് ചെയ്യാം, അല്ലേ. ഒരു മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു രീതിയിൽ നമുക്ക് ഈ രീതിയിൽ ചൂസ് ചെയ്യാം. അല്ലെങ്കിലോ ഗ്രീനും യെല്ലോവും ചൂസ് ചെയ്യാം, അല്ലെങ്കിലോ യെല്ലോവും റെഡും ചൂസ് ചെയ്യാം. അപ്പോൾ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, 3C2 ദാറ്റ് ഈസ് 3 എലമെൻറ്റ്സിൽ നിന്ന് 2 എലമെൻറ്റ്സ് നമുക്ക് ചൂസ് ചെയ്യാം. ദാറ്റ് ഈസ് 3C2 പറഞ്ഞു കഴിഞ്ഞാൽ 3C2 ദാറ്റ് ഈസ് 3. ഇനി 3C3 പറഞ്ഞു കഴിഞ്ഞാൽ 3 എലമെൻറ്റ്സിൽ നിന്ന് 3 എണ്ണം എങ്ങനെ സെലക്ട് ചെയ്യാം. 3 എണ്ണം ഒരു രീതി മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ. ഈ 3 എണ്ണം ഒന്നിച്ചെടുക്കാം. ദാറ്റ് ഈസ് 3C3 ഈക്വൽ ടു 1. ഇവിടെ നമ്മൾ എടുക്കുന്ന ഓർഡറിന് ഇമ്പോർട്ടൻ്റ് ഇല്ല, അല്ലേ. നമുക്ക് 1 ഫസ്റ്റ് ഗ്രീൻ എടുക്കാം, യെല്ലോ എടുക്കാം. ഇത് തന്നെയാണെന്ത്, ഫസ്റ്റ് യെല്ലോ എടുത്തിട്ട് പിന്നെ ഗ്രീൻ എടുക്കുന്നത്. പക്ഷേ പെർമ്യൂട്ടേഷനിൽ ഇവിടെ ആ ഓർഡറിന് പ്രാധാന്യം ഉണ്ടായിരുന്നു, അല്ലേ. 1 2 3 അതിലെ 1 2യും 2 1ഉം വേറെ വേറെ പെർമ്യൂട്ടേഷനാണ്. പക്ഷേ ഇവിടെ കോമ്പിനേഷനിൽ ഇവിടെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, 1 2 അതേപോലെ 2 1ഉം ഒരേ കോമ്പിനേഷനാണ്. ഓക്കെ, അതാണ് പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം. പെർമ്യൂട്ടേഷനിൽ അവിടെ ലീനിയർ അറേഞ്ച്മെൻ്റ് ആണ്. അവിടെ ഈ അറേഞ്ച്മെൻറ്റിന് അല്ലെങ്കിൽ ഓർഡറിന് ഇമ്പോർട്ടൻസ് നമ്മൾ നൽകുന്നുണ്ട്. പക്ഷേ കോമ്പിനേഷനിൽ അവിടെ ഈ ഓർഡറിന് എന്തില്ല, ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ ജനറലി നമുക്ക് എന്ത് ചെയ്യാം, ഈ CNR ദാറ്റ് ഈസ് NCR അല്ലെങ്കിൽ NCR ഈക്വൽ ടു ദാറ്റ് ഈസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് n, നമ്മൾ എടുക്കുന്ന എലമെൻറ്റ്സ് 6. അങ്ങനെയാണെങ്കിൽ NCR ഈക്വൽ ടു ഇതാണ് ഇക്വേഷൻ, ദാറ്റ് ഈസ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ഓക്കെ, ഈ ഇക്വേഷൻ
നിങ്ങൾ കാണാതെ പഠിക്കണം. ഇതാണ് ഡെഫിനിഷൻ. കോമ്പിനേഷൻ്റെ ഡെഫിനിഷൻ ഇതാണ്. ദാറ്റ് ഈസ് NCR ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ആ എക്സാമ്പിളിന് ശരിയാണോ ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് 3C1 ഈക്വൽ ടു 3 ആയിരുന്നു. 3C1 ഈക്വൽ ടു 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് 3C1 ഇതാണ് 6 അല്ലേ. 1 ഫാക്ടോറിയൽ ഇൻറ്റു 3 മൈനസ് 1 ഫാക്ടോറിയൽ ദാറ്റ് ഈക്വൽ ടു 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ദാറ്റ് ഈക്വൽ ടു 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 അല്ലേ. 1 ഇൻറ്റു 2 ക്യാൻസൽ ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു 3. നെക്സ്റ്റ് 3C2 നമുക്ക് കിട്ടിയത് 3 ആയിരുന്നു. ദാറ്റ് ഈസ് 3C2 ദാറ്റ് ഈക്വൽ ടു 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 മൈനസ് 2 ഫാക്ടോറിയൽ ദാറ്റ് ഈക്വൽ ടു 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ. എഗെയിൻ സെയിം. ദാറ്റ് ഈസ് 3 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ദാറ്റ്സ് ഈക്വൽ ടു 3. നെക്സ്റ്റ് 3C3 ദാറ്റ് ഈസ് 3C3 ദാറ്റ് ഈക്വൽ ടു 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 മൈനസ് 3 ഫാക്ടോറിയൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു 0 ഫാക്ടോറിയൽ പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് അല്ലേ. ദെർഫോർ 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 0 ഫാക്ടോറിയൽ ദാറ്റ് ഈക്വൽ ടു 3 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ദാറ്റ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറൽ ഇക്വേഷൻ. ദാറ്റ് ഈസ് കോമ്പിനേഷൻ. n എലമെൻറ്റ്സിൽ നിന്ന് r എലമെൻറ്റ്സ് എത്ര രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാം, അതാണ് കോമ്പിനേഷൻ. ദാറ്റ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ഇനി എന്താണ് 5C1? 5 എലമെൻറ്റ്സിൽ നിന്ന് എത്ര രീതിയിൽ 1 എലമെൻറ്റ്സ് ചൂസ് ചെയ്യാം അല്ലേ. ജസ്റ്റ് നിങ്ങൾ ഒരു 5 ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് എടുക്കാം, എന്നിട്ട് ഈ രീതിയിലൊന്ന് ചൂസ് ചെയ്ത് നോക്കുക. ആൻസർ ഇതായിരിക്കും. 5C1 ഈക്വൽ ടു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു 5 മൈനസ് 1 ഫാക്ടോറിയൽ ദാറ്റ് ഈക്വൽ ടു 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ അല്ലേ. ദാറ്റ് ഈസ് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4. ഇത്രയും ക്യാൻസൽ ചെയ്യാം. ആൻസർ 5. നെക്സ്റ്റ് 5C2. 5 എലമെൻറ്റ്സിൽ നിന്ന് എത്ര രീതിയിൽ 2 എലമെൻറ്റ്സ് നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ദാറ്റ് ഈസ് n എന്തായിരുന്നു, n ഈക്വൽ ടു 5, r ഈക്വൽ ടു 2. ദാറ്റ് ഈസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു 5 മൈനസ് 2 ഫാക്ടോറിയൽ ദാറ്റ് ഈക്വൽ ടു 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ദാറ്റ് ഈക്വൽ ടു 5 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 അല്ലെങ്കിൽ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു 3. ഇത്രയും ഞാൻ ക്യാൻസൽ ചെയ്തു. 2 ഇതിലെ 2 ക്യാൻസൽ ചെയ്തു. ദാറ്റ്സ് ഈക്വൽ ടു 10. നെക്സ്റ്റ് 5C3. അഗെയിൻ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 5 മൈനസ് 3 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് 2 ഫാക്ടോറിയൽ. അത് തന്നെയാണ് ഇത് അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു 10. നെക്സ്റ്റ് 5C4. ദാറ്റ്സ് ഈക്വൽ ടു 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 5 മൈനസ് 4 ഫാക്ടോറിയൽ ദാറ്റ് ഈക്വൽ ടു 5 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ. അത് തന്നെയാണ് ഇത് അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു 5. നെക്സ്റ്റ് 5C5. ദാറ്റ് ഈക്വൽ ടു 5 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 5 ഫാക്ടോറിയൽ ഇൻറ്റു 0 ഫാക്ടോറിയൽ ദാറ്റ്സ് ഈക്വൽ ടു 1. അപ്പോൾ നിങ്ങൾ ഏതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 5C1 ഈക്വൽ ടു എപ്പോഴും 5 ആണ്. ഇത് തന്നെയാണെന്ത് 5C4. അതുപോലെ തന്നെ 5C0. 5C0 ഈക്വൽ ടു 1. ഓക്കെ, ഒന്ന് ജനറൽ ചെയ്ത് പറയാം. 5C0 ഈക്വൽ ടു 1, 5C1 ഈക്വൽ ടു 5, 5C2 ഈക്വൽ ടു
10, 5C3 equal to 10, 5C4 equal to 5, 5C5 equal to 1. അല്ലേ? ഒരു സിമ്മട്രി ഉണ്ട് ഇതിന് അല്ലേ? ഫസ്റ്റ് ലാസ്റ്റും ഈക്വൽ ആണ്, അത് സെക്കൻഡ് ലാസ്റ്റും സെക്കൻഡും ഈക്വൽ ആണ്, മിഡിൽ ടേം ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ C6C0 ദാറ്റ്സ് ഈക്വൽ ടു 1 ആയിരിക്കും. നെക്സ്റ്റ് 6C2 6C1 ദാറ്റ്സ് ഈക്വൽ ടു 6 ആയിരിക്കും. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതേപോലെ 6C2, 6C3, 6C4, 6C5, 6C6. 6 നോട്ട് 1 ആണെങ്കിൽ 6C6 ദാറ്റ്സ് ഈക്വൽ ടു 1 ആയിരിക്കും. ഇത് 6 ആയിരിക്കും. നെക്സ്റ്റ് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ദാറ്റ് ഈസ് 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 6 മൈനസ് 2 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് 4 ഫാക്ടോറിയൽ ദാറ്റ് ഈക്വൽ ടു 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 അല്ലേ? ഇത്രയും ടേം ക്യാൻസൽ ചെയ്യാം, 2 ക്യാൻസൽ ചെയ്യാം, ദാറ്റ് ഈസ് 15. ഇത് തന്നെയായിരിക്കും ഇത്, ദാറ്റ് ഈസ് 6C4 ദാറ്റ് ഈസ് 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 6 മൈനസ് 4 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് 2 ഫാക്ടോറിയൽ. എന്തായി? 2 ഫാക്ടോറിയൽ അവിടെ 4 ഫാക്ടോറിയൽ വന്നു, 4 ഫാക്ടോറിയൽ അവിടെ 2 ഫാക്ടോറിയൽ വന്നു. ദാറ്റ് ഈക്വൽ ടു സെയിം ആയിരിക്കും അല്ലേ? 15 ആയിരിക്കും. നെക്സ്റ്റ് 6C3 ദാറ്റ് ഈസ് 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ദാറ്റ് ഈക്വൽ ടു എന്തായിരിക്കും? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു 3 അല്ലേ? 3യും ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ് 2 ഇൻറ്റു 3 ഇതും ക്യാൻസൽ ചെയ്യാം, ദാറ്റ്സ് ഈക്വൽ ടു 20. ഇവിടെയും സിമ്മട്രിയാണ് അല്ലേ? 1 6 15, നെക്സ്റ്റ് 20 മിഡിൽ ടേം, നെക്സ്റ്റ് 15 6 1. അപ്പോൾ എപ്പോഴും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇതൊരു സിമ്മട്രിക് ആയിരിക്കും അല്ലേ? 0 മുതൽ 6 വരെ നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സിമ്മട്രിക് പോലെ ആയിരിക്കും. വേറെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിലും സിമ്പിളായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ എക്സാമ്പിൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ചാപ്റ്ററിലേക്ക് വരുന്ന മുന്നേ ഇതെല്ലാം നിങ്ങൾ പ്ലസ് 2 പഠിച്ച കാര്യങ്ങളാണ്, അതൊന്നുകൂടി റിവൈസ് ചെയ്യണേ ഉള്ളൂ. ദാറ്റ് ഈസ് 6C1 പറഞ്ഞു കഴിഞ്ഞാൽ 6ൽ നിന്ന് ബാക്കിലോട്ട് ഒരു പ്രാവശ്യം ഇൻറ്റു ചെയ്യാം, 1ൽ നിന്ന് മുന്നോട്ട് ഒരു പ്രാവശ്യം ഇൻറ്റു ചെയ്യാം. ദാറ്റ് ഈസ് 6ൽ നിന്ന് ബാക്കിലോട്ട് ഒരു പ്രാവശ്യം ദാറ്റ് ഈസ് 6, 1ൽ നിന്ന് മുന്നോട്ട് ഒരു പ്രാവശ്യം എന്ത് ചെയ്യുക? മൾട്ടിപ്പിൾ ചെയ്യാം. ദാറ്റ് ഈസ് 6/6 1 ദാറ്റ്സ് ഈക്വൽ ടു 6. നെക്സ്റ്റ് 6C2 എന്താ വേണ്ടേ? 6ൽ നിന്ന് ബാക്കിലോട്ട് 2 പ്രാവശ്യം ഇൻറ്റു ചെയ്യാം, ദാറ്റ് ഈസ് 6 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 1ൽ നിന്ന് മുന്നോട്ട് 2 പ്രാവശ്യം മൾട്ടിപ്പിൾ ചെയ്യാം, ദാറ്റ് ഈസ് 1 ഇൻറ്റു 2 2 ക്യാൻസൽ ചെയ്യാം, ദാറ്റ് ഈസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 15. ഇനി 6C3 ഇതോ 6C3 6ൽ നിന്ന് 3 പ്രാവശ്യം ബാക്കിലോട്ട് ഇൻറ്റു ചെയ്യാം, ദാറ്റ് ഈസ് 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 1ൽ നിന്ന് 3 പ്രാവശ്യം. അഥവാ ഇവിടെ 6 ആണെങ്കിൽ എന്നിൽ നിന്ന് 6 ടൈംസ് ബാക്കിലോട്ട് ഇൻറ്റു ചെയ്യാം, 1ൽ നിന്ന് 6 ടൈംസ് മുന്നോട്ട് ഇൻറ്റു ചെയ്യാം അല്ലേ? ദാറ്റ് ഈസ് 6 ഇൻറ്റു 5 ഇൻറ്റു 4, 1ൽ നിന്ന് മുന്നോട്ട് 1 ഇൻറ്റു 2 ഇൻറ്റു 3 അല്ലേ? ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു 20. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യാം. ഇനി അടുത്തത് 6C4, 6C2ഉം 6C4ഉം ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് 6C2, 6ൽ നിന്ന് 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടും, ദാറ്റ് ഈസ് 6C4. ഇത് രണ്ടും എപ്പോഴും ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് 6C1 ഈക്വൽ ടു 6ൽ നിന്ന് 1 മൈനസ് ചെയ്യുക, ദാറ്റ് ഈസ് 6C5 ഈക്വൽ ആയിരിക്കും, എപ്പോഴും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് NCR ഈക്വൽ ടു NCN മൈനസ് R. എപ്പോഴും ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്, എന്നാലും ഒന്ന് റിവൈസ് ചെയ്യണേ ഉള്ളൂ. ഓക്കെ, ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്ന ടേംസ് ആണ് കോമ്പിനേഷനിൽ.
എന്നാലും ഒരു പ്രാവശ്യം കൂടി റിവേഴ്സ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ കോമ്പിനേഷനും വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇക്വേഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി പ്രോബ്ലം വരുമ്പോൾ ഇക്വേഷൻ തന്നെ ഉപയോഗിച്ച് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡിലും ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി വേറൊരു എക്സാമ്പിൾ, ഞാൻ എലമെൻസിന് പകരം 3 നമ്പേഴ്സ് എടുക്കാൻ പോവാണ്. 1, 2, 3. n ഈക്വൽ ടു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു 3 ആണ്. ഓക്കെ, ഇവിടുന്ന് നമുക്ക് എത്ര രീതിയിൽ 1 എലമെൻറ്റ് ചൂസ് ചെയ്യാം. 1 എലമെൻറ്റ് ദാറ്റ് ഈസ് തൊട്ട് മുന്നേ പറഞ്ഞ പോലെ 3C1 ആയിരിക്കും. ദാറ്റ് ഇസ് ഈക്വൽ ടു 1. സോറി, 3C1 ഈക്വൽ ടു 3 അല്ലേ? 3C1 ഈക്വൽ ടു 3. NC1 എപ്പോഴും എന്തായിരിക്കും? NC1 ഈക്വൽ ടു n ആയിരിക്കും. NC0 ഈക്വൽ ടു 1 ആയിരിക്കും. ഇതും നിങ്ങൾ അറിഞ്ഞിരിക്കുക. NC1 എപ്പോഴും എന്തായിരിക്കും? n ആയിരിക്കും. NC0 എപ്പോഴും 1 ആയിരിക്കും. ദാറ്റ് ഈസ് 3C1. NC1 ഈക്വൽ ടു n. ദാറ്റ് ഈസ് 3C1 ഈക്വൽ ടു 3. അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 3 എലമെൻറ്റ്സിൽ നിന്ന് എത്ര രീതിയിൽ ഒരു എലമെൻറ്റ് ചൂസ് ചെയ്യാം. ദാറ്റ് ഈസ് 3C1 ദാറ്റ്സ് ഈക്വൽ ടു 3. നെക്സ്റ്റ് 3C2. 3 എലമെൻറ്റ്സിൽ നിന്ന് 2 എലമെൻറ്റ്സ് എത്ര രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാം. ദാറ്റ് ഈസ് 3C2 ഈക്വൽ ടു എന്താണ്? 3C1 അല്ലേ? ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു 3C അല്ലെങ്കിൽ NCR. ദിസ് ഈക്വൽ ടു NCN മൈനസ് R. ഇവിടെ 3C2 ഈക്വൽ ടു 3C 3 മൈനസ് 2 ദാറ്റ്സ് ഈക്വൽ ടു 1 അല്ലേ? അത് തൊട്ട് മുന്നേ നമ്മൾ എഴുതിയിട്ടുണ്ട്. ദാറ്റ്സ് ഈക്വൽ ടു 3. ദാറ്റ് ഈസ് 3C2 ഈക്വൽ ടു 3 ആണ്. ഓക്കെ, നമ്മൾ തൊട്ട് മുന്നേ ആ എക്സാമ്പിൾ എടുത്ത് ആ കളേഴ്സ് ഉപയോഗിച്ച് നമ്മൾ കണ്ടു. ഇവിടെ വിത്തൗട്ട് റിപ്പിറ്റേഷനാണ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആ 3 എണ്ണം ഏത് രീതിയിൽ എടുക്കാം? 1, 2 എന്ന എലമെൻറ്റ്സ് എടുക്കാം, അല്ലെങ്കിൽ 1, 3 എന്ന എലമെൻറ്റ്സ് എടുക്കാം, അല്ലെങ്കിൽ 3, 2. ഇതാണ് ആ 3 വേയ്സ് അല്ലേ? 3 നമ്മൾ എടുക്കാൻ പറ്റുന്ന 3 മെത്തേഡ് ഇങ്ങനെയാണ്. 1ഉം 2ഉം എടുക്കാം, അല്ലെങ്കിൽ 1ഉം 3ഉം എടുക്കാം, അല്ലെങ്കിൽ 3ഉം 2ഉം എടുക്കാം. ഇവിടെ നമ്മൾ എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യണില്ല. ഇവിടെ നമ്മൾ ഈ രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിലോ 1 ഇതിൽ നിന്ന് എത്ര രീതിയിൽ 2 എലമെൻറ്റ് എടുക്കാം. വിത്ത് റിപ്പിറ്റേഷൻ എടുത്ത തന്നെ വീണ്ടും എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ എടുക്കാം? 1, 1 എടുക്കാം, 2, 2 എടുക്കാം, 3, 3 എടുക്കാം അല്ലേ? ആ റിപ്പീറ്റ് ചെയ്യണത് നമ്മൾ എടുത്തു. നെക്സ്റ്റ് 1, 2 എടുക്കാം, 1, 3 എടുക്കാം, 3, 2 എടുക്കാം. അപ്പോൾ വിത്തൗട്ട് റിപ്പിറ്റേഷന് എന്തായിരിക്കും? 3 ആയിരിക്കും. വിത്ത് റിപ്പിറ്റേഷനോ ദാറ്റ് ഈസ് 6 ആയിരിക്കും. ദാറ്റ് ഈസ് ജനറൽ ഫോർമുല. വിത്ത് റിപ്പിറ്റേഷൻ എന്തായിരിക്കും? NCR ആയിരിക്കും. വിത്തൗട്ട് റിപ്പിറ്റേഷൻ NCR ആയിരിക്കും. വിത്ത് റിപ്പിറ്റേഷനോ ദാറ്റ് ഈസ് N പ്ലസ് R മൈനസ് 1 CR ആയിരിക്കും. അപ്പോൾ n എലമെൻറ്റ്സിൽ നിന്ന് എത്ര രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? 6 എലമെൻറ്റ്സ് വിത്തൗട്ട് റിപ്പിറ്റേഷനിൽ എടുക്കാം. ദാറ്റ് ഈസ് NCR. വിത്ത് റിപ്പിറ്റേഷനിൽ 6 എലമെൻറ്റ്സ് എത്ര രീതിയിൽ എടുക്കാം? ദാറ്റ് ഈസ് N പ്ലസ് R മൈനസ് 1 CR. ഓക്കെ, നമുക്ക് ശരിയാണെന്ന് നോക്കാം. ഈ ഒരു എക്സാമ്പിൾ ശരിയാണെന്ന് നോക്കാം. N ഈക്വൽ ടു 3 ആയിരുന്നു. R എന്തായിരുന്നു? 2 എലമെൻറ്റ്സാണ് നമ്മൾ എടുത്തുള്ളത്. R ഈക്വൽ ടു 2 ആയിരുന്നു. ദാറ്റ് ഈസ് 3 പ്ലസ് 2 മൈനസ് 1 C2. ദാറ്റ് ഈസ് 5 മൈനസ് 1 4C2. എന്താണ് 4C2? 4ൽ നിന്ന് ബാക്കിലോട്ട് 2 പ്രാവശ്യം ഗുണിക്കാം. ദാറ്റ് ഈസ് 4 ഇൻറ്റു 3. 1ൽ നിന്ന് മുന്നോട്ട് 2 പ്രാവശ്യം ഗുണിക്കാം. ദാറ്റ് ഈസ് 1 ഇൻറ്റു 2. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം അല്ലേ? ദാറ്റ് ഈസ് 2 ഇൻറ്റു 3 ദാറ്റ്സ് ഈക്വൽ ടു 6 അല്ലേ? 6 എലമെൻറ്റ്സ് ആയിരുന്നു. 6 വേസിലായിരുന്നു നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റേണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് 2 ഇക്വേഷൻ, പ്രധാനപ്പെട്ട 2 ഇക്വേഷൻ, വിത്തൗട്ട് റിപ്പിറ്റേഷൻ ആൻഡ് വിത്ത് റിപ്പിറ്റേഷൻ. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഈ ടോപ്പിക്കിലെ ഫസ്റ്റ് റിസൾട്ട് 1, the number of combination of R object out of n things without a repetition is given by NCR. That is equal to n factorial divided by
ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. സെക്കൻഡ് റിസൾട്ട് ഇത് വിത്തൗട്ട് റിപ്പിറ്റേഷൻ ആയിരുന്നു. നെക്സ്റ്റ് വിത്ത് റിപ്പിറ്റേഷൻ. നമ്പർ ഓഫ് സെലക്ഷൻ വിത്ത് റിപ്പിറ്റേഷൻ ഓഫ് സൈസ് ആർ ഫ്രം കളക്ഷൻ ഓഫ് സൈസ് എൻ തിങ്സ് ഈസ് ഗിവൺ ബൈ എൻ പ്ലസ് ആർ മൈനസ് 1 CR. ദിസ് ഈക്വൽ ടു എന്താണ് എൻ സി ആർ? എൻ ഫാക്ടോറിയൽ ഏതാണോ മുകളിലുള്ളത് അതിൻ്റെ ഫാക്ടോറിയൽ താഴെ ആർ ഫാക്ടോറിയൽ നിന്ന് ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഗുണിച്ചത് അല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെ ആയിരിക്കും? ന്യൂമറേറ്ററിൽ എൻ പ്ലസ് ആർ മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു നെക്സ്റ്റ് എൻ പ്ലസ് ആർ മൈനസ് 1 മൈനസ് ആർ ഫാക്ടോറിയൽ അല്ലേ. ദിസ് ഈക്വൽ ടു എൻ പ്ലസ് ആർ മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ. ഇവിടെ എന്തായിരിക്കും? ആറും ഇവിടുത്തെ ആറും ക്യാൻസൽ ചെയ്യും. ദാറ്റ് ഈസ് എൻ മൈനസ് 1 ഫാക്ടോറിയൽ. ഓക്കെ, രണ്ട് റിസൾട്ട്. ഇതിൻ്റെ ഒരു അപ്ലിക്കേഷനാണ്, ഈ റിസൾട്ടിൻ്റെ ഒരു അപ്ലിക്കേഷനാണ് എന്ത്? x1 x2. ഞാൻ ഒരു ഇക്വേഷൻ ഇവിടെ എഴുതാൻ പോവാണ്. ദാറ്റ് ഈസ് x1 പ്ലസ് x2 ഈക്വൽ ടു 1. ഇവിടെ രണ്ട് വേരിയബിൾ ഉണ്ട്, ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതിന് എത്ര സൊല്യൂഷൻ ഉണ്ടാവും? എത്ര പോസിറ്റീവ് ഇൻറ്റിജർ സൊല്യൂഷൻ ഉണ്ടാവും? ദാറ്റ് ഈസ് നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജർ സൊല്യൂഷൻ ഫോർ ദി ഇക്വേഷൻ x1 പ്ലസ് x2 ഈക്വൽ ടു 1. വളരെ സിമ്പിളാണ്. എന്താ വേണ്ടേ? എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞാൽ? x1ൻ്റെയും x2യുടെയും വാല്യൂസ് സച്ച് ദാറ്റ് x1 പ്ലസ് x2 ഈക്വൽ ടു 1 കിട്ടണം അല്ലേ. അതാണ് ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ. എന്തൊക്കെയായിരിക്കും? ഇൻറ്റിജർ സൊല്യൂഷനാണ് ഞാൻ കൊണ്ടുവന്നത്. ദാറ്റ് ഈസ് x1 പ്ലസ് x2 ഈക്വൽ ടു 1 കിട്ടുന്ന ഇൻറ്റിജേഴ്സ് x1 ആൻഡ് x2. ദാറ്റ് ഈസ് x1 ഈക്വൽ ടു 0, x2 ഈക്വൽ ടു 1 ഇങ്ങനെ എടുക്കാം. അല്ലെങ്കിലോ x1 ഈക്വൽ ടു 1, x2 ഈക്വൽ ടു 0. ഇപ്പോൾ രണ്ട് സൊല്യൂഷനാണ് നമുക്ക് കിട്ടിയത്. ഒന്ന് 1 0യും രണ്ടാമത്തെ 0 1ഉം അല്ലേ. ഓർഡേഡ് പെയർ അല്ല. ഞാൻ x1 ദാറ്റ് ഈസ് 0 1, സെക്കൻഡ് 1 0. ഇനി മൂന്നാമത് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇൻറ്റിജർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഒരുപാട് സൊല്യൂഷൻ ഉണ്ട്. 1/2 പ്ലസ് 1/2 ഈക്വൽ ടു 1 ആണ്. ഒരുപാട് സൊല്യൂഷൻ. പക്ഷേ 1/2 എന്തല്ല? ഇൻറ്റിജർ അല്ല. ഞാൻ ഇവിടെ കോണ്ടി വന്നത് പോസിറ്റീവ് ഇൻറ്റിജർ സൊല്യൂഷനാണ് അല്ലേ. നെഗറ്റീവ് ഇൻറ്റിജർ സൊല്യൂഷനും വേറെയുണ്ട്. ഏതൊക്കെയായിരിക്കും? ദാറ്റ് ഈസ് 3 മൈനസ് 1. പക്ഷേ ഇതും ഞാൻ കൗണ്ട് ചെയ്യണില്ല. ഞാൻ ഇതിൻ്റെ പോസിറ്റീവ് ഇൻറ്റിജർ സൊല്യൂഷനാണ് കൗണ്ട് ചെയ്യണത്. ഇനി ഈ രണ്ട് സൊല്യൂഷൻ അല്ലാതെ വേറെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കഴിയില്ല അല്ലേ. അപ്പോൾ x1 പ്ലസ് x2 ഈക്വൽ ടു 1 ഇതിന് രണ്ട് പോസിറ്റീവ് ഇൻറ്റിജർ സൊല്യൂഷനാണ് ഉള്ളത്. ഇനി വേറൊരു എക്സാമ്പിൾ. കൺസിഡർ ദി ഇക്വേഷൻ x1 പ്ലസ് x2 പ്ലസ് x3 ഈക്വൽ ടു 3. ഇതിനെത്ര പോസിറ്റീവ് ഇൻറ്റിജർ സൊല്യൂഷൻ ഉണ്ട്? നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 3 എലമെൻറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 ഇൻറ്റിജേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടണം അല്ലേ. അങ്ങനത്തെ എലമെൻറ്റ്സിൻ്റെ കോമ്പിനേഷനാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. ദാറ്റ് ഈസ് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ദാറ്റ് ഈസ് 1. ഏതൊക്കെയായിരുന്നു ആ 3 എലമെൻറ്റ്? 1 1 1. ഈ 3 എലമെൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3 കിട്ടും അല്ലേ. അപ്പോൾ ഇതൊരു സെറ്റാണ്. ഇത് ഒരു സൊല്യൂഷൻ്റെ സെറ്റാണ്. നെക്സ്റ്റ് 1 2 1 1 2 0. ഇവിടെ 1 2 0 പറഞ്ഞാൽ ഫസ്റ്റത്തെ x1 ഈക്വൽ ടു 1, x2 ഈക്വൽ ടു 2, x3 ഈക്വൽ ടു 0 അല്ലേ. ഞാൻ ഇവിടെ ഒന്നും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് ഏതാണ്. ഫസ്റ്റ് സൊല്യൂഷൻ x1 ഈക്വൽ ടു 1, നെക്സ്റ്റ് x2 ഈക്വൽ ടു 1, x3 ഈക്വൽ ടു 1. ഇത് ഒരു സൊല്യൂഷനാണ് അല്ലേ. പോസിറ്റീവ് ഇൻറ്റിജർ സൊല്യൂഷനാണ്. നെക്സ്റ്റ് അടുത്തതോ 1 2 0. ഇതിൻ്റെ എല്ലാ പെർമ്യൂട്ടേഷനും ഇതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും അല്ലേ. ഇവിടെ 1 2 0 എന്നുള്ളത് x1 ഈക്വൽ ടു 1, x2 ഈക്വൽ ടു 2, x3 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഇത് ഒരു സൊല്യൂഷനാണ്. x1 ഈക്വൽ ടു 1, x2 ഈക്വൽ ടു 2, x3 ഈക്വൽ ടു 0. ഇനിയോ ഇതിൻ്റെ എല്ലാ പെർമ്യൂട്ടേഷൻ എടുത്തിട്ടുണ്ടെങ്കിലും ദാറ്റ് ഈസ് 1 2 0,
102 പറഞ്ഞാൽ വേറൊരു സൊല്യൂഷനാണ്. കാരണം x1 = 102. ഇത് രണ്ടും വേറെ വേറെ സൊല്യൂഷനാണ്. ഇവിടെ x1 = 1, ഇവിടെ x2 = 2 ആണെങ്കിൽ ഇവിടെ x2 = 0 ആണ് അല്ലേ. അപ്പോൾ x2 = 0, x3 = 2. ഇനി 0, 2, 1 ഇതും ഒരു സൊല്യൂഷനാണ് അല്ലേ. ദാറ്റ് ഈസ് x1 = 0, x2 = 2, x3 = 1. അഥവാ 3 എലമെൻസിൻ്റെ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ എന്തായിരുന്നു? 3 ഫാക്ടോറിയൽ സൊല്യൂഷൻസ് നമുക്ക് ഇത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. 3 ഫാക്ടോറിയൽ = 6. ഏതൊക്കെയായിരിക്കും? 1 2 0 1 0 2. നെക്സ്റ്റ് 0 2 1 0 1 2 അല്ലേ. ദാറ്റ് ഈസ് x1 = 0, x2 = 1, x3 = 2. നെക്സ്റ്റ് 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യണത് 2 1 0 2 0 1. ദാറ്റ് ഈസ് x1 = 2, x2 = 1, x3 = 0, x1 = 2, x2 = 0, x3 = 1. ഇനിയുണ്ടോ? ഇനിയുമുണ്ട് അല്ലേ. ദാറ്റ് ഈസ് 3 0 0. ഇതും ഒരു സൊല്യൂഷനാണ്. അപ്പോൾ ഇത് വെച്ച് ഉണ്ടാവുന്ന എല്ലാ പെർമ്യൂട്ടേഷനും ദാറ്റ് ഈസ് നമ്മൾ ഇത് രണ്ടും ചേഞ്ച് ചെയ്തിട്ട് കാര്യമില്ല. അത് ഒരു സൊല്യൂഷനായിട്ട് നമ്മളിവിടെ എഴുതാൻ പോണത് അല്ലേ. ഞാൻ ഇവിടെ ഫസ്റ്റ് x1 = 3, x2 = 0, x3 = 0 എന്നിട്ട് ഇത് രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പോഴും ഇത് നമ്മൾ ഈ സിസ്റ്റം തന്നെയാണ്, ഈ സൊല്യൂഷൻ്റെ സെറ്റ് തന്നെയാണ് ഞാൻ വീണ്ടും എഴുതുന്നത് അല്ലേ. പിന്നെ എങ്ങനെ എഴുതാം? 0 3 0 ഇങ്ങനെ എഴുതാൻ വേണമെങ്കിൽ അല്ലേ. 0 3 0. ദാറ്റ് ഈസ് x1 = 0, x2 = 3, x3 = 0. ഇനിയോ 0 0 3 എഴുതാം. ദാറ്റ് ഈസ് x1 = 0, x2 = 0, x3 = 0. അഥവാ ഇതിൻ്റെ പെർമ്യൂട്ടേഷൻ അല്ലേ. ഇവിടെ 3 എലമെൻറ്റ്സ് ഉണ്ട്, 3ഉം സെയിം എലമെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ നമ്മൾ എഴുതിയത് ഇതിൻ്റെ വിത്തൗട്ട് റിപ്പീറ്റേഷനായ പെർമ്യൂട്ടേഷൻ, നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ. ഇവിടെ നമ്മൾ എഴുതിയ എന്താണ്? ഇത് 3ഉം ഡിസ്റ്റിങ്ക്റ്റ് എലമെൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ പെർമ്യൂട്ടേഷൻ. മൂന്നാമത്തെ ഈ സെറ്റായിരുന്നു, ഇതിൻ്റെയും പെർമ്യൂട്ടേഷൻ അല്ലേ. ഇതിൻ്റെ പെർമ്യൂട്ടേഷൻ എന്താണ്? ദാറ്റ് ഈസ് 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ. എത്ര എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്തു? ദാറ്റ് ഈസ് 3 ഫാക്ടോറിയൽ. ദാറ്റ്സ് ഈക്വൽ ടു 1 കിട്ടി. അതാണ് ഇത്. നെക്സ്റ്റ് അടുത്തത് നമ്മൾ എന്ത് ചെയ്തു? 3ഉം ഡിസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ 6 ആയിരുന്നു. ദാറ്റ് ഈസ് ഈ 6 സൊല്യൂഷനും കിട്ടി. ഇത്രയും സൊല്യൂഷൻ കിട്ടി. ഇവിടെ എന്താ വ്യത്യാസമുള്ളത്? ഇവിടെ 2 എണ്ണം റിപ്പീറ്റ് ചെയ്തു. ദാറ്റ് ഈസ് 3 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ. ദാറ്റ്സ് ഈക്വൽ ടു 3 ആണ്. ആ 3 സൊല്യൂഷനും കിട്ടി. ഓക്കെ. അപ്പോൾ കോമ്പിനേഷനിലുള്ള ഒരു പെർമ്യൂട്ടേഷനാണുള്ളത്. കോമ്പിനേഷൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഇത് കോമ്പിനേഷനിലെ റിസൾട്ടിൽ വരുന്ന ഒരു പ്രോബ്ലമാണ്. അതിൻ്റെ അകത്തെന്താണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്? പെർമ്യൂട്ടേഷനാണ്. ഓക്കെ. അപ്പോൾ എത്ര സൊല്യൂഷൻ ഉണ്ട്? എത്ര പോസിറ്റീവ് ഇൻറ്റിജർ സൊല്യൂഷൻ ഉണ്ട് ഈ സിസ്റ്റത്തിന്? ദാറ്റ് ഈസ് 1 + 6 + 3 ദാറ്റ്സ് ഈക്വൽ ടു 10. വളരെ ബുദ്ധിമുട്ടി അല്ലേ കണ്ടുപിടിക്കാൻ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഇനി ഒരു റിസൾട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കണം എന്നില്ല. ചെറിയൊരു ഈക്വേഷൻ കൊണ്ട് കോമ്പിനേഷനിലെ ഒരു റിസൾട്ട് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് x1 + x2 + x3 + എക്സെട്ര പ്ലസ് xn = r എന്ന ഇക്വേഷൻ ആണെങ്കിൽ, ദാറ്റ് ഈസ് x1 + x2 + x3 + എക്സെട്ര പ്ലസ് xn = r എന്ന ഇക്വേഷൻ്റെ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജർ സൊല്യൂഷൻ ഈക്വൽ ടു എന്തായിരിക്കും? n + r - 1 CR. തൊട്ട് മുന്നേ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് റിസൾട്ടിൽ അല്ലേ. സെക്കൻഡ് റിസൾട്ടിൽ വിത്ത് റിപ്പീറ്റേഷനിൽ നമ്മൾ റിസൾട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് അതായിരിക്കും എന്ത്? ഈ ഇക്വേഷൻ്റെ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജർ സൊല്യൂഷൻ. നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിനൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ x1 + x2 + x3 = 3 ആയിരുന്നു. n എന്താണ്? n = 3, r = 3. Therefore number of positive integer solution for this equation എന്തായിരിക്കും?
n plus r, that is 3 plus 3 minus 1c3. That's equal to 5c3. 5c3 എങ്ങനെ കണ്ടുപിടിക്കാം? വളരെ സിമ്പിളായിട്ട് ഒന്നെങ്കിൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് 5ൽ നിന്ന് പുറകോട്ട് 3 പ്രാവശ്യം ഗുണിക്കാം, 1ൽ നിന്ന് മുന്നോട്ട് 3 പ്രാവശ്യം ഗുണിക്കാം. ദാറ്റ് ഈസ് 3 ക്യാൻസൽ ചെയ്യാം, ഇവിടെ 2 ക്യാൻസൽ ചെയ്യാം, ദാറ്റ് ഈസ് 2 into 5, ദാറ്റ്സ് ഈക്വൽ ടു 10. ഇത് തന്നെയാണ് നമുക്ക് എവിടെയും കിട്ടിയത്. ഇപ്പോൾ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജർ സൊല്യൂഷൻ ഫോർ ദി ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്ത് പോകരുത്. കാരണം വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്കുണ്ട്. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാം. അപ്പോൾ തേർഡ് റിസൾട്ട്, ഈ ടോപ്പിക്കിലെ തേർഡ് റിസൾട്ട്, the number of positive integer solution of the equation x1 plus x2 plus x3 plus etc. xn equal to r for all 1 less than or equal to I less than or equal to n equal to n plus 1 r minus 1 cr. ഓക്കെ, ഈ 3 റിസൾട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുക, സോൾവ് ചെയ്യാം. നിങ്ങൾക്ക് തരുന്ന മെറ്റീരിയലിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരുപാട് റിസൾട്ട് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക, കൂടുതൽ പ്രോബ്ലംസ് എക്സസൈസിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.